ഒരു ദിവസം ഈ ഫാമിൽ നിന്ന് എത്ര മുട്ടകൾ കിട്ടും? ഇത്രയധികം കോഴികളെ എങ്ങനെയാണ് പരിപാലിക്കുന്നത്? വരൂ, ഇന്ന് നമുക്ക് ഈ പോൾട്രി ഫാമിന്റെ അകത്തേക്ക് ഒന്ന് പോയി നോക്കാം. വിഷ്ണുവിന്റെ ഫാമിൽ വന്ന് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ കോഴികൾക്ക് ചുണ്ട് കരിച്ചു വിട്ടിരിക്കുന്നത് എന്താണ്? എല്ലാവർക്കും നാടോടി കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് യുവ കർഷകനായ വിഷ്ണുവിനെയാണ്. വിഷ്ണു എത്ര കാലമായി ഈ പോൾട്രി ഫാം തുടങ്ങിയിട്ട്? ഇപ്പോൾ ഒരു 1.5 വർഷം ആവുന്നേ ഉള്ളൂ. വിഷ്ണു ഈ സംരംഭത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ്? എനിക്ക് ചെറുപ്പം നാൾ മുതൽ താല്പര്യമുള്ള ഒരു വിഷയമാണത്. അമ്മമ്മയും അമ്മയൊക്കെ കോഴിയെ വളർത്തി കുട്ടിക്കാലം മുതലേ കണ്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ പിന്നെ എനിക്ക് പെറ്റ്സിൻ്റെ അടുത്തൊക്കെ വലിയ താല്പര്യമുള്ള ലവ് ബേഴ്സ്, അതുപോലെ ആഫ്രിക്കൻ ലവ് ബേഴ്സ്, അങ്ങനെ പെറ്റ്സിൻ്റെ അടുത്ത് താല്പര്യമുള്ള ഇതാണ്. അപ്പം പൊതുവെ ഈ മൃഗങ്ങൾ, പക്ഷികളൊക്കെ എനിക്ക് താല്പര്യമുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഭവം തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ ഏതൊക്കെ ഇനം കോഴികളാണ് കൃഷി ചെയ്യുന്നത്? ഞാൻ BB380 മാത്രമേ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. നിലവിൽ ഒരു 10-65 നാടൻ കോഴികളുണ്ട്. നമ്മളിപ്പോൾ ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, കൈരളി ഇതുപോലുള്ള മറ്റു കോഴികളുണ്ട്. ഇപ്പം BB3 കോഴി തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം? BB380 കോഴികൾ മുട്ട കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇനം കോഴിയാണ്. ഇപ്പം കൂടുതലും ഇതാണ് എനിക്ക് താല്പര്യം തോന്നിയ ഒരു ബ്രീഡ്. അതുകൊണ്ട് തന്നെ ഇതിലോട്ട് തിരിയാമെന്ന് കരുതിയിട്ടാണ്. എത്ര മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് ഇവിടെ എടുക്കുന്നത്? ഞാൻ ഇതിപ്പോ 1.5 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ. 1.5 വർഷം. അതെ. അപ്പൊ ആദ്യം എടുത്തത് ഒരു 2.5 മാസം പ്രായം ഉണ്ടായിരുന്ന കുഞ്ഞിനാണ് എടുത്തത്. ഇപ്പൊ എടുത്തിരിക്കുന്നത് 3 മാസത്തോളം പ്രായമുള്ള. എത്ര മാസം ആകുമ്പോഴാണ് മുട്ടയിടുന്നത്? 4 മാസവും ഒരു 15 ദിവസവും ഒക്കെയാണ് മാക്സിമം. 4-4.25 മാസം ആകുമ്പോഴത്തേക്കൊക്കെ. 4.25 മാസം. ഒരു വർഷം മുട്ട ഉൽപാദനം 360 മുട്ട വരെ ഇടുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും 340 മുട്ടയ്ക്ക് മുകളിൽ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴേ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നമ്മൾ വാക്സിൻ ചെയ്യുമോ അത് അവർ തന്നെയാണ് വാക്സിൻ? അല്ല, വാക്സിനേഷൻ മാക്സിമം എടുത്ത് ക്വാളിറ്റിയുള്ള കോഴി കുഞ്ഞുങ്ങളെ എത്തിക്കുന്നതാണ് നല്ലത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് 1-2 പേര് ഉണ്ട്. നമ്മുടെ നല്ല വിശ്വാസമുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ അതെ ഹെൽത്തി ആയിട്ടുള്ള. അതെ. അപ്പോൾ ഇതിന്റെ തീറ്റയും മറ്റു ചെലവുകളും? ചിലവ് തീറ്റ ഇപ്പം നിലവില് ക്രമാതീതമായി തീറ്റയുടെ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഴ്ച തോറും 20, 30, 40, 50, 60 രൂപ വരേക്കും കൂടിയ ആഴ്ചകളുണ്ട്. ഇപ്പോൾ ഞാൻ 1400 രൂപയ്ക്ക് എടുത്തുകൊണ്ടിരുന്ന ലെയർ മാഷ് എന്ന് പറഞ്ഞിട്ട് തീറ്റ വന്നിട്ട് ഇപ്പോൾ വില 1670 ആണ്. മുട്ടയ്ക്ക് ആവശ്യക്കാർ ഒരുപാട് ഉണ്ടെന്ന്. ഇപ്പോൾ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്ത് അവർക്ക് മുട്ട എത്തിച്ചു കൊടുക്കുന്നതാണോ? തീർച്ചയായിട്ടും. ഞാൻ ഹോൾസെയിലായിട്ട് കൊടുക്കാറുണ്ട്, റീറ്റെയിലായിട്ടും വീട്ടിൽ വരുന്നവർക്കും അതിനനുസരിച്ച് കൊടുക്കാറുണ്ട്. ഇതുപോലെ കടകളിലൊക്കെ ചോദിക്കുന്നവർക്ക് ഞാൻ മാക്സിമം കൊണ്ട് എത്തിച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ ഈ മുട്ട ഉൽപാദനം കഴിഞ്ഞിട്ട് ഈ കോഴികൾ എന്ത് ചെയ്യും? ഇത് ഇറച്ചിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാർക്കറ്റിലെ നമ്മുടെ നാടൻ കോഴിക്ക് കിട്ടുന്ന അതേ വില? അതെ, സെയിം. നാടൻ കോഴി എന്ന് പറഞ്ഞ് തന്നെയാണ് ഈ കോഴി പോകുന്നത്. ശരിക്കും നാടൻ കോഴിയിൽ പെടുന്ന ഒരു ഇനം തന്നെയാണ്. പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. ഇതിന്റെ എഗ് വന്നിട്ട് ബ്രൗൺ കളറാണ്. ബ്രൗൺ എഗ്. ഇത് മിക്കവാറും കടകളിൽ നാടൻ മുട്ട എന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കുമ്പോൾ ഇത് മാത്രമേ കിട്ടാനുള്ളൂ ഇപ്പൊ. അല്ലെങ്കിൽ തനിനാടൻ മുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് നാളിന് മുന്നേ അതൊക്കെ പോയതാണ്. നാടൻ കോഴി, തനിനാടൻ കോഴിയൊക്കെ കിട്ടാനായിട്ട് ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്പൊ തന്നെ കളിക്കാവിള എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരിടത്തുനിന്ന് ഞാൻ കുറച്ച് കോഴിയെ കൊണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടിട്ടുണ്ട്. 10-65 തനിനാടൻ കോഴികൾ ഇവിടെ. അതെ. ഒരു ദിവസം ഒരു കോഴിക്ക് എത്ര ക്വാണ്ടിറ്റി ഫുഡ് വേണ്ടി വരും? ഒരു കോഴിക്ക് 105 മുതൽ 110 ഗ്രാം തീറ്റയാണ് മുട്ടയിടുന്ന ഒരു കോഴിക്ക് കൊടുക്കാനുള്ളത്. വിഷ്ണുവിന്റെ ഫാമിൽ വന്ന് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ കോഴികൾക്ക് ചുണ്ട് കരിച്ചു വിട്ടിരിക്കുന്നത് എന്താണ്? ഒന്ന് വന്നിട്ട് ഇത് പൊതുവെ കുറച്ച് അഗ്രഷൻ കൂടിയ കോഴിയാണ്. ഇത് പരസ്പരം തൂവല് കൊത്തിയെടുക്കുന്ന സ്വഭാവമുണ്ട്. പിന്നെ 2, ഇതിന്റെ മുട്ടയിട്ട് തുടങ്ങുന്ന സമയത്ത്, ഇത് പുതുതായിട്ട് മുട്ടയിടുന്ന സമയത്ത് ഇത് എന്തോ സംഭവം എന്ന് പറഞ്ഞിട്ട് ചെന്ന് കൊത്തി കോളിടും. പിന്നെ പരസ്പരം കൊത്താതിരിക്കാനും കൂടെയാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയാണോ ഈ കൂടുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്? അതെ. ഈ കോഴിയെ ഇങ്ങനെ നമുക്ക് വളർത്താൻ കഴിയും. തുറന്നിട്ട് ലിറ്റർ സിസ്റ്റത്തിലൊക്കെ വളർത്തുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഇത്ര അളവ്, അതിന് മുകളിൽ നമുക്ക് വളർത്താൻ കഴിയില്ല. ലിറ്റർ സിസ്റ്റത്തിൽ 100 കോഴിയുടെ മുകളിൽ വളർത്താൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ
ആരും ഈ കോഴിയെ അങ്ങനെ കൂടുതൽ അങ്ങനെ എടുത്ത് വളർത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇങ്ങനെ വളർത്തുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അതാകുമ്പോഴത്തേക്ക് ഇപ്പോൾ 1 kg ന്ന് എത്ര മുട്ട വരുന്നുണ്ട് ഒരു കോഴിക്ക്, അത് നമുക്ക് തീറ്റയെല്ലാം കറക്റ്റ് അതിൻ്റെ ക്രമം അനുസരിച്ച് കൊടുക്കാൻ ഇതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഈ കാഷിടുന്നില്ല കോഴി, അതെ. അപ്പോൾ ഇത് ദിവസവും നമ്മൾ ഇത് വൃത്തിയാകുമോ അതോ ആഴ്ചയിലോ? മാക്സിമം ഇത് ഡെയിലി മാറ്റാനാണ് ശ്രമിക്കാറ്. കാരണം ഡെയിലി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൂട്ടിനുള്ളിൽ തന്നെ അമോണിയയുടെ അളവ് നിന്നിട്ട് കോഴിയുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ടാവും. ഇപ്പം ലങ്സിനെയൊക്കെ ബാധിക്കും. അപ്പം ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരുന്നതനുസരിച്ച് ഇതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് പല പ്രോബ്ലംസും കാണിക്കും. വന്നപ്പോൾ സാർ ഈ ബക്കറ്റുകളിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ നേരിട്ട് നമ്മുടെ പൈപ്പിൽ നിന്നല്ലേ വെള്ളം എടുക്കുന്നത്? അതെ, ഇത് ഡയറക്റ്റ് ടാങ്കിൽ നിന്ന് വന്നിട്ട് ഈ ബക്കറ്റ് വന്നതിന് ശേഷം ഇതിൽ നമ്മൾ കാൽസ്യവും ലിവർ ടോണിക്കും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം. നമ്മൾ ഒരു ദിവസം എത്ര നേരമാണ് ഇതിന് ഫുഡ് കൊടുക്കുന്നത്? 2 നേരമാണ് കൊടുക്കുന്നത്, വൈകുന്നേരം രാവിലെയും വൈകിട്ടുമായിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഇതിൽ നല്ല വാട്ടർ സിസ്റ്റം അല്ലേ, വെള്ളം അത് ഈ തുള്ളിയായിട്ടല്ലേ വിടുന്നത്? അതെ, അത് തന്നെ എടുത്ത് അത് ഈ നിപ്പിളുകളിൽ അത് തന്നെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അത് നമുക്ക് അതുകൊണ്ട് വെള്ളം വേസ്റ്റ് ആവത്തില്ല. ഇല്ല, അത് വേസ്റ്റ് ആവാതിരിക്കും. കപ്പ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം ഈ കാഷ്ടത്തിൽ വീണിട്ട് തറയിൽ കാഷ്ടത്തിൽ വീണിട്ട് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇതിൽ തട്ടിക്കഴിഞ്ഞാൽ വെള്ളം ഈ കപ്പിൽ വന്നു കഴിഞ്ഞാലും കപ്പിൽ കിടക്കുന്ന വെള്ളം അത് കുടിച്ചോളും. അപ്പോൾ ആ വെള്ളം വേസ്റ്റ് ആവത്തുമില്ല. കാൽസ്യം ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ഇത് കപ്പിൽ കിടന്നോളും, വേസ്റ്റ് ആവത്തില്ല. താഴെ പോയിട്ട് കാഷ്ടത്തിൽ വീണിട്ട് സ്മെല്ലും ആവത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ കപ്പ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പം ഈ മുട്ട ഉൽപാദനം ഇതിന്റെ സെയിൽ എങ്ങനെയാണ്? സെയില് ഹോൾസെയിലായിട്ട് വന്ന് എടുത്തിട്ട് പോകുന്നവർ, വീട്ടിൽ വന്ന് എടുത്തിട്ട് പോകുന്നവരുണ്ട്. പിന്നെ അടുത്തെല്ലാം തൊട്ടടുത്തുള്ള കടകളിലെല്ലാം ഞാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ കോഴി കൃഷി നടത്തുന്നതുകൊണ്ട് ഒരുപാട് നഷ്ടം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ശരിക്കും അത് കേട്ടറിവ് മാത്രമുള്ളവരാണ് ഇത് പറയുന്നത്. കാരണം ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ എന്താ അഭിപ്രായം പറയാൻ പാടുള്ളൂ. അപ്പം കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരാണ് കൂടുതലും ഇതിനെക്കുറിച്ച് പരാതികളും ഇതുപോലെ കോഴി കൃഷി നഷ്ടമാണ് എന്ന് അവർ എക്സ്പീരിയൻസ് ചെയ്യാതെ അങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. ചില ആൾക്കാർ കോഴികൾ എടുത്തിട്ടിട്ട് നോക്കത്തില്ല, അതെ അതെ അതെ, ഇത് മരുന്നും കാര്യങ്ങളും. അതെ അതെ, ഈ ഇനം കോഴികൾക്ക് ഇതിന് നോക്കേണ്ടതായിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അത് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ തന്നെയാണ്. അത് ബെറ്റർ തന്നെയാണ്. നിങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടാണ്, ഞാൻ ഏതാണ്ട് 1 വർഷമായി താഴെ ഞാൻ ചെയ്തിട്ട്. അത് ലാഭകരമായതുകൊണ്ട് മാത്രമാണ് ഞാൻ മേളിൽ വെച്ചത്. അപ്പോൾ ലാഭമില്ലാത്തൊരു ഫീൽഡിൽ നമുക്ക് വീണ്ടും ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഈ ഹൈടെക് കൂട് അതിനെ കുറിച്ച് വിഷ്ണു എങ്ങനെയാണ് അറിഞ്ഞത്? ഹൈടെക് കൂടിനെ കുറിച്ച് ശരിക്കും ഞാൻ ഈ കോഴി ഇടാൻ തീരുമാനിച്ച സമയത്ത് എനിക്ക് ഹൈടെക് കേജിനെ കുറിച്ച് ഒരറിവില്ലായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിലെല്ലാം അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു. അപ്പം യൂട്യൂബിലെല്ലാം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ രീതി, കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഇതിൽ ഓരോ അറയ്ക്കകത്തും എത്ര കോഴികൾ വെച്ചിടണം, അതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു അറിവില്ലായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കി ഒരു നമ്പർ കിട്ടി, ഞാൻ വിളിച്ചു. പുള്ളിയുടെ പേര് സന്തോഷം എന്നാണ്. പുള്ളിയാണ് എനിക്കിതെല്ലാം സെറ്റ് ചെയ്ത് തന്നത്. വിഷ്ണുവിനെ സഹായിക്കാൻ ആരെങ്കിലും നിർത്തിയിട്ടുണ്ടോ? ഇല്ല, ഇത് മാക്സിമം അച്ഛനും അമ്മയാണ് ഹെൽപ്പ് ചെയ്യുന്നത് തന്നെ. വിലയിൽ നിന്ന് ഞാൻ വേറെ ആരെയും നിർത്തിയിട്ടൊന്നുമില്ല. അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടാണ്. അവരുടെ ഹെൽപ്പും കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് പിടിച്ച് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ കോഴിയുമായി ബന്ധപ്പെട്ട് മറ്റേ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണിത് ഇതെല്ലാം എനിക്ക് സെറ്റ് ചെയ്ത് തന്നത്. കോഴിയാണെങ്കിലും പിന്നെ ഈ കേജ് കാര്യങ്ങളാണെങ്കിലും അല്ല, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, ഇതിൻ്റെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ വരാറില്ല. 1-2 പ്രാവശ്യമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അത് പുള്ളിയാണ് എനിക്ക് ഇതിൻ്റെ മെഡിസിനും കാര്യം അതിൻ്റെ റെമഡിയൊക്കെ പറഞ്ഞു തന്നത്. പുള്ളിയാണ് എന്നെ ഈ ഫീൽഡിൽ പിടിച്ചു നിർത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഹെൽപ്പ് പുള്ളി എടുക്കുന്നുണ്ട്. കേജും ഈ കോഴിയെല്ലാം പുള്ളിയുടെ ഇതിലാണ് ഞാൻ ഇപ്പം വച്ചിരിക്കുന്നത്. ഒരു അറയിൽ എത്ര കോഴികളിടാം? ഒരു അറയിൽ 5 കോഴി ഇടാം. 5 കോഴി. അത് കുഞ്ഞു കോഴി നമ്മൾ ഇടുമ്പോഴേ 5 കോഴി വെച്ചിട്ട് പോവുകയാണ്. അത് വളർന്നു കഴിഞ്ഞാലും അതിൽ തന്നെ നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. അതെ. ഇതിന് റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ചെറിയ രീതിയിൽ ഒരാൾക്ക് തുടങ്ങണമെങ്കിൽ 5 അറകളായിട്ട് തിരിഞ്ഞു കഴിയുമ്പോൾ ഉള്ള സ്പേസ് ആണ്, ഒറ്റ മെഷായിട്ടാണ് അത് വരുന്നത്. അപ്പൊ അതിന് മാത്രം ഒരു 7,000 രൂപയ്ക്ക് അടുപ്പിച്ച് അങ്ങനെ ആ റേറ്റ്. ഇപ്പോഴത്തെ ഇതാണ് പറയുന്നത്. ഇതിന്റെ മെറ്റീരിയൽ ഓരോ സമയവും റേറ്റ് മാറി മാറി വരും. 1 വർഷം മുന്നേ ഞാൻ ചെയ്ത റേറ്റ് അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിന്റെ മെഷീന്റെ ക്വാളിറ്റി ഇതെല്ലാം വെച്ചിട്ട് റേറ്റ് മാറി മാറി വരും. ഇനി ഈ സംരംഭത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നവ കർഷകരോട് വിഷ്ണുവിന് എന്താണ് പറയാനുള്ളത്? ഇതിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, തുടങ്ങുന്ന സമയത്ത് മാക്സിമം എണ്ണം കുറച്ചിട്ട് കോഴി എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ അത് കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പിന്നെ മാക്സിമം അറിയുന്നവരടുത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇതിലോട്ട് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വിഷ്ണു, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പുതിയ ആൾക്കാർക്ക് വിഷ്ണുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ഇതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ? തീർച്ചയായിട്ടും. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ, എനിക്കിതിൽ ഇതുവരെ ഉള്ളതിൽ അറിയുന്ന കാര്യങ്ങളെല്ലാം എന്നാൽ സാധിക്കുന്ന സഹായങ്ങളും ഞാൻ ആര് വിളിച്ച് ചോദിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പം വിഷ്ണുവിന്റെ നമ്പർ ഈ വീഡിയോയുടെ താഴെയായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അതൊരു കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. വിഷ്ണുവിന്റെ ഫാമിന്റെ പേരും ഇത് വരുന്ന ലൊക്കേഷനും പ്രേക്ഷകർക്കായി പറഞ്ഞു കൊടുക്കാമോ? തിരുവനന്തപുരത്ത് ബാലരാമപുരം വഴിമുക്കിനടുത്ത് കായരംകുളം പൂവാർ റൂട്ട് വരുന്നിടത്ത് പ്ലാവിള എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് എൻ്റെ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഫാമിൻ്റെ പേര് RMB പോൾട്രി ഫാം. ഇത്രയും നേരം നാടോടി കാഴ്ചകളുടെ പ്രേക്ഷകർക്ക് വേണ്ടി RMB പോൾട്രി ഫാമിന്റെ വിശേഷങ്ങൾ പങ്കുവച്ച വിഷ്ണു ഇനിയും ഉയരങ്ങളിലെത്താൻ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.